കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചു. കാത്ത് ലാബ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ച രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെ അടച്ചിരുന്നു. സുനിൽ ഐസക് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, അവിടെ എന്താണ് പ്രശ്നം? രേഷ്മ, സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. പല ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും അതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൃദ്രോഗ വിഭാഗം ഇപ്പോൾ പൂർണ്ണമായും പണിമുടക്കിലേക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്നതെന്ന് തന്നെ പറയാം. 3 കാത്ത് ലാബുകളായിരുന്നു അവിടെ ഹൃദ്രോഗ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊരു കാത്ത് ലാബ് കാലങ്ങൾക്ക് മുന്നേ തന്നെ പ്രവർത്തനം നിലച്ചതാണ്. മറ്റൊന്നിൻ്റെ പ്രവർത്തനം 1 വർഷം മുമ്പും നിലച്ചു. ആകെ ഒരൊറ്റ കാത്ത് ലാബുമായിട്ടായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ്, അതായത് കാത്ത് ലാബിൻ്റെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് പ്രവർത്തനം നിലച്ചതോടുകൂടി ഈ കാത്ത് ലാബും അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഇതോടുകൂടി അവിടെ പേസ് മേക്കർ ഘടിപ്പിക്കാനും അതുപോലെ ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും ഒക്കെയായി അവിടെ പ്രവേശിപ്പിച്ചിരുന്ന 26 രോഗികളെ ഒറ്റയടിക്ക് ഇന്നലെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, ഈ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ കഴിഞ്ഞ 6 മാസമായി അവിടെ നടക്കുന്നില്ല. കാരണം ബൈപ്പാസ് നടത്തേണ്ട ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുകയാണ്. 6 മാസമായി ഇത് അടച്ചിട്ടിട്ട്. അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ, അതായത് 6 മാസം മുമ്പ് ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ആദ്യം ഒന്ന് അടച്ചിട്ടിരുന്നു. അതിനുശേഷം 2 ഡോക്ടർമാരെ നിയമിച്ചു. ആ 2 ഡോക്ടർമാരെത്തുമ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 300ഓളം ആളുകൾ ഇപ്പോൾ നിലവിലിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പക്ഷേ അടിയന്തര ഘട്ടം സഹായം ആവശ്യമുള്ളവരൊക്കെ മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. ഈ കാരുണ്യ അടക്കമുള്ള സ്കീമുകൾ പരിഹാരത്തുണ്ട്. ഒപ്പം ഗവൺമെൻറ് ജീവനക്കാർക്ക് മെഡിസെപ്പ് ലഭിക്കും. അതൊക്കെ വിചാരിച്ചിട്ടാണ് ആളുകൾ പ്രധാനമായും ഈ പരിയാരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയി വലിയ വില കൊടുത്ത് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. കാരണം ഈ മാനസിക രോഗ വിഭാഗം ഏതാണ്ട് 1.5 വർഷമായി അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അതും അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയതാണ്. ഒപ്പം ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ അടക്കം നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പലപ്പോഴും ആരോഗ്യവകുപ്പിന് മുന്നിൽ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പരിഹരിക്കാം, ശരിയാക്കി തരാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ കാര്യങ്ങളൊന്നും ശരിയാക്കിയിട്ടില്ല എന്നതാണ് പ്രശ്നം. അതോടുകൂടിയാണ് ഇപ്പോൾ ഹൃദ്രോഗ വിഭാഗവും ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സുനിൽ പറഞ്ഞതുപോലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കൊക്കെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് വലിയ തുകയാകുന്ന കാര്യമാണ്. ഭീമമായ തുക സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളാണ് സാധാരണക്കാരുടെ ആശ്രയം. അപ്പോൾ ഇത്രയും അധികം ആളുകളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നിട്ടും ആരോഗ്യവകുപ്പിൽ ഇതൊരു അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണല്ലോ സുനിൽ. ഫ്രാൻസിൽ നിന്നാണ് ഈ ട്യൂബ് എത്തേണ്ടതെന്നാണ് അധികൃതർ പറയുന്നത്. അതിന് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ എത്തും എന്നൊരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ അടിയന്തര ശസ്ത്രക്രിയ വേണ്ട ആളുകൾക്ക് ഒരു താൽക്കാലിക കാത്ത് ലാബ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്ന, അതായത് അവിടെ പ്രവേശിപ്പിച്ചിരുന്ന രോഗികളെ കൂട്ടത്തോടെ പറഞ്ഞുവിടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ മാത്രം ഞാൻ സൂചിപ്പിച്ചതുപോലെ 26 രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു. അതിൽ 5 ദിവസത്തിനുള്ളിലും മറ്റും ശസ്ത്രക്രിയകൾ വേണ്ടുന്ന ആളുകളുണ്ട്. അവരൊക്കെ നേരെ ആംബുലൻസിലും മറ്റുമായി മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ കാരുണ്യ അടക്കമുള്ള ഇൻഷുറൻസുകൾ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചും മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇവിടെ ശസ്ത്രക്രിയകൾ നടക്കും. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലായി പരിയാരത്തെ ആശ്രയിച്ച് വന്നിരുന്നത്. പക്ഷേ എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം വലിയ തോതിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അനാവശ്യമായ ചില രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ അവിടെ ഉണ്ടാകുന്നു എന്ന ആരോപണമുണ്ട്. എന്തായാലും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈ ആശുപത്രി കടന്നു പോകുന്നത്. മാത്രമല്ല, കൃത്യമായി ഈ ശമ്പളം ലഭിക്കാത്തതിലുള്ള അതൃപ്തി അവിടുത്തെ ജീവനക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഏറ്റെടുത്തപ്പോൾ അവിടെ വലിയ ശമ്പളം സഹകരണ വകുപ്പിൻ്റെ കീഴിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ സഹകരണ സംഘത്തിന് കീഴിലായിരുന്നപ്പോൾ വലിയ തുകയ്ക്ക് ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ആളുകൾക്ക് അടിസ്ഥാന ശമ്പളം എന്ന തരത്തിലേക്ക് ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതായത്
40,000-45,000 രൂപയൊക്കെ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന നഴ്സുമാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ അടിസ്ഥാന ശമ്പളമായി 29,000 രൂപയായി അത് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ അവിടുത്തെ ജീവനക്കാർക്കിടയിലും അതൃപ്തിയുണ്ട്. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാകാതെ വരുന്നു. മാത്രമല്ല വലിയ തോതിൽ സാധാരണക്കാർ അവിടേക്ക് ചികിത്സയ്ക്കായി എത്തുന്നു. അങ്ങനെ അത്തരം വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഇപ്പോൾ ഹൃദ്രോഗ വിഭാഗവും ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലേക്ക് എത്തുന്നത്.